നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് നോക്കാം. ഇപ്പോഴത്തെ ദിനം പ്രതിയുള്ള ഈ വ്യക്തിയുടെ ജീവിതം വളരെയധികം മുഷിഞ്ഞിരിക്കുന്നു. നീയുമായി ഇത്രയും അകലുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥയാണ് നമ്മൾ ഇന്ന് വായന ചെയ്യുവാനായി പോകുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്ന താല്പര്യവും അല്ലെങ്കിൽ ലക്ഷ്യവും സ്നേഹവും ഇതെല്ലാം ഉണ്ടായിരുന്നു, എത്രത്തോളം യാഥാർത്ഥ്യമായിരുന്നു എന്നിങ്ങനെയുള്ള വായനയാണ് പരിപൂർണമായി ചെയ്യുവാൻ പോകുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട് ജീവിതത്തിൽ വളരെയധികം മുഷിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ്. ഈ വ്യക്തിയുടെ ചുറ്റിനും ഉള്ള മറ്റു പല ആളുകളും സ്വന്തം ജീവിതത്തിൽ സന്തുഷ്ടരാണ്. അവരവരുടെ പങ്കാളികളോ അല്ലെങ്കിൽ കാമുകന്മാരായിട്ടോ നല്ല രീതിയിൽ തന്നെ ആർത്തുല്ലസിച്ച് സന്തോഷമായി ജീവിക്കുന്നു. ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോകുന്നു. നല്ല രീതിയിൽ തന്നെ ജീവിതം എൻജോയ് ചെയ്തുകൊണ്ടാണ്, ആസ്വദിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ വ്യക്തിക്ക് ചുറ്റിനുമുള്ള എല്ലാ മനുഷ്യർക്കും തൻ്റെ ഇണകളെ സ്നേഹിക്കുവാനും പരിചരിക്കുവാനും അവരുമായി സന്തുഷ്ടമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഈ പേഴ്സൺ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പക്ഷേ ഈ വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കാം, ഇപ്പോൾ താമസിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കാം. അങ്ങനെ ചുറ്റുപാടുമുള്ള ഊർജം അത്ര പോസിറ്റീവായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളല്ല ഈ പേഴ്സണ് എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം മുഷിപ്പിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടല്ലോ, മറ്റുള്ളവർക്ക് എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും ഉണ്ടല്ലോ, എനിക്കെന്തുകൊണ്ടാണ് ഇതൊന്നും ഇല്ലാതായി പോയത്, ഞാൻ ഒറ്റക്കാണല്ലോ മുന്നോട്ട് പോകുന്നത് എന്നിങ്ങനെയുള്ള പരിതാപകരമായിട്ടുള്ള വിഷമമാണ് ഈ വ്യക്തിയെ മനസ്സിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി പല കാര്യങ്ങളിലും വളരെയധികം കഴിവുറ്റ ഒരു പ്രതിഭയായിട്ടാണ് കാണിക്കുന്നത്. ഒരു സിംഹത്തിന്റെ ഊർജം തന്നെയാണ്. ലിയോ രാശിയായിരിക്കാം, അല്ലെങ്കിൽ തീയുടെ രാശിയായിരിക്കാം ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും വളരെയധികം പ്രഗത്ഭനായിട്ടുള്ള, കഴിവുറ്റ, വിദ്യാഭ്യാസ യോഗ്യതയുള്ള, എന്ത് ജോലിയും ചെയ്യുവാൻ കഴിവുള്ള, ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന ഒരു പേഴ്സണോ ആയിരിക്കാം ഈ വ്യക്തി. അപ്പോൾ എന്തൊക്കെ കഴിവുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഈ വ്യക്തിക്ക് അതിലേക്ക് പരിപൂർണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആകുന്നില്ല എന്നുള്ളത് മറ്റൊരു പരിതാപകരമായ കാര്യം തന്നെയാണ്. ഇവിടെ ഓരോ ദിവസവും ഈ വ്യക്തി പല കാര്യങ്ങളിൽ തിരക്കലായിക്കൊണ്ടിരിക്കുകയാണ്. അത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യം മാത്രമായിട്ടാണ് കാണുന്നത്. അല്ലാതെ ഈ വ്യക്തിക്ക് മനസ്സിന് സന്തോഷം നൽകുന്നതോ സ്നേഹിക്കുവാനോ സ്നേഹിക്കപ്പെടുവാനോ ഒക്കെയുള്ള സാഹചര്യങ്ങൾ യാതൊരു തരത്തിലും ഇല്ല എന്നുള്ളത് ഇവിടെ വളരെയധികം എടുത്തു കാണിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ എല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ ഈ വ്യക്തിയുടെ പേഴ്സണൽ ജീവിതത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ നിങ്ങളെ സംരക്ഷിക്കുവാനും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തെ കൂട്ടിച്ചേർത്ത് വെക്കുവാനും ഈ പേഴ്സൺ മറന്നു പോയിരിക്കുന്നു. ഈ വ്യക്തിയുടെ ദിനം പ്രതിയുള്ള ഓരോ ഉത്തരവാദിത്തങ്ങൾ, ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ബാധ്യതകൾ, മറ്റുള്ളവരെയും നോക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, ഇതിലൂടെയെല്ലാം കടന്നു പോയി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിഹരിച്ചു വന്നപ്പോഴേക്കും നിങ്ങളിതാ പോയിരിക്കുന്നു. നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് പോയിരിക്കുന്നു. ഈ ഒരു മാറ്റമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മാറ്റമാണ് ഈ വ്യക്തിയെ അത്രയും അധികം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ വ്യക്തി ഒരു തവണ പോലും മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാകും എന്നുള്ളത്. അത്രമാത്രം അവഗണനയായിരുന്നു, താല്പര്യമില്ലായ്മയായിരുന്നു ഈ പേഴ്സൺ നിങ്ങളോട് കാണിച്ചിരുന്നത്. നിങ്ങളുടെ ഓരോ ഫോൺ കോളുകളും മെസ്സേജും എല്ലാം തന്നെ ഈ പേഴ്സൺ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു മറുപടി തരുവാനോ സമാധാനിപ്പിക്കുന്ന 2 വാക്ക് പറയുവാനോ ഈ വ്യക്തി തയ്യാറായില്ല. എവിടേക്കോ എന്തൊക്കെയോ ഒരു സ്വപ്നത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരുന്നത്. മനസ്സുകൊണ്ട് കൂടാരം കെട്ടുക എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യം.
പക്ഷെ കാര്യത്തിലേക്ക് കടക്കുവാനോ അതിനൊറ്റ തീരുമാനമെടുക്കുവാനോ തൻ്റെ കുഞ്ഞിനെ പൊൻകുഞ്ഞായി കാണുവാനോ തൻ്റെ കൈകളിൽ ലഭിച്ചിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം അത്രമേൽ കാത്തു സൂക്ഷിക്കുവാനോ ഈ വ്യക്തി തയ്യാറായില്ല. ഒരുപക്ഷെ നിങ്ങളെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തു, അല്ലെങ്കിൽ നിങ്ങളെ കഴിയുന്നത്രയും ഈ വ്യക്തിയിലേക്ക് ആകർഷിപ്പിച്ചില്ല. അങ്ങനെ പലതരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും മണ്ടത്തരങ്ങളും ഈ വ്യക്തി ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും സ്വപ്നം കാണുന്നതിൽ യാതൊരു തരത്തിലും ഈ വ്യക്തി പിശുക്ക് കാണിച്ചിട്ടില്ല. പക്ഷെ സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രമായില്ലെന്നും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ റിസൾട്ട് ലഭിക്കുകയുള്ളൂ എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ. സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രം കുറച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ മാത്രം വിജയം കണ്ടെത്തുന്ന ഒരു പേഴ്സണാണ് ഈ വ്യക്തി. ഈ വ്യക്തി പലപ്പോഴും നിങ്ങളോട് പോലും പറഞ്ഞിട്ടുണ്ടാകാം, ഈ വ്യക്തിയുടെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ നിങ്ങളുള്ളൂ, എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് സ്ഥാനമുള്ളൂ എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ നിങ്ങളോട് പറയുകയോ നേരിട്ടോ അല്ലാതെയോ പറയുകയോ പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. അതിനൊന്നും നിങ്ങൾ എതിർപ്പായിരുന്നില്ല. പക്ഷെ നിങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് കുറച്ചു നേരമെങ്കിലും നിങ്ങളായി ചെലവഴിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ പേഴ്സന്റെ ശബ്ദം കേൾക്കുക, മനസ്സ് തുറന്നുള്ള ഒരു സംസാരം, രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള സംസാരങ്ങൾ, ഇത് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ എല്ലാ തരത്തിലും തുറന്നു പറഞ്ഞതായി കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുവാനോ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനോ ഈ വ്യക്തി തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ വ്യക്തി ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. അത് ഈ വ്യക്തി തന്നെ വിശ്വസിക്കുന്നത് സ്വന്തമായി തന്നെ ഉണ്ടാക്കിയെടുത്ത വിധിയായിട്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി സാമ്പത്തികം അല്ലെങ്കിൽ മറ്റു പല അസറ്റുകളോട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ബോൺ കളക്ടർ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി സാമ്പത്തികം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടുതൽ പ്രാധാന്യം, അല്ലെങ്കിൽ അതാണ് ജീവിതം, സ്ഥാനമാനങ്ങളാണ്, ശരിയാണ്, അതെല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്, അതെല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യം കൂടിയല്ല. പക്ഷെ നിങ്ങളെയും കിട്ടുന്നത് ഒരു ഭാഗ്യം കൂടിയാണ് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല. നിങ്ങൾ പോയാൽ വേറെ ആളെ ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പോയാൽ എനിക്കൊന്നുമില്ല എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിലനിന്നു കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങളോട് തോന്നിയിട്ടുള്ള ആ ഒരു താല്പര്യം ഒന്നും തന്നെ ഈ വ്യക്തിക്ക് മറ്റാരോടും തോന്നിക്കുന്നില്ല. നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്നേഹവും പരിചരണയും എല്ലാം തന്നെ ഈ പേഴ്സണ് മറ്റാരിൽ നിന്നും ലഭിക്കുന്നുമില്ല. ഒന്നിലും ഒരു കാര്യത്തിലും തൃപ്തിപ്പെടുവാൻ സാധിക്കുന്നുമില്ല. ഇവിടെ സേക്രൽ ചക്രയാണ് ആക്ടിവേഷൻ ആയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് മുജ്ജന്മ തരത്തിലുള്ള കർമ്മബന്ധങ്ങളിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്നു. തീർച്ചയായിട്ടും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. മുജ്ജന്മത്തിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ അത് സഹോദരൻ സഹോദരി ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കമിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധവും ആയിരിക്കാം. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫ് എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ കെട്ടുകളാണ് ഓരോന്നായി അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തീർത്തും നമുക്ക് കാണാൻ കഴിയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണം എന്നുള്ളൊരു ചിന്തയാണ്. അതൊരു കുതിരയുടെ ഊർജത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനാലാണ് ആക്ഷൻ എന്ന് പറയുന്ന കാർഡ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല ഇൻഡിസിഷൻ കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ടുള്ള എനർജിയിലാണ്, തലകുത്തനെയാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സണ് ഓരോ ന്യായങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ, ഓരോ കാരണങ്ങൾ ഉണ്ടായിരുന്നു, ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അതിനുശേഷം മാത്രം നിങ്ങളുടെ അടുത്തേക്ക് സമയം കിട്ടുകയാണെങ്കിൽ വരാം എന്നുള്ളൊരു ചിന്താഗതി. പക്ഷെ അതെല്ലാം ഇപ്പോൾ മാറ്റിവെച്ച് ഈ വ്യക്തിയുടെ ഒരേ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് മാത്രമാണ്. അത് മാത്രമല്ല കടൽ കടന്നു വരുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നു. പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ അബ്രോഡ് ആയിരിക്കാം, ആ ഒരു ഊർജം കാണിക്കുന്നു. ഇന്ത്യക്ക് പുറത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ തന്നെ ആയിരിക്കാം. അപ്പോൾ കടൽ കടന്നൊക്കെ വരേണ്ട സാഹചര്യമായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അത്രയും ദൂരത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടി വരികയാണ്.
അപ്പോൾ അതിനോടുകൂടി തന്നെ മനസ്സിലാക്കാം നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മ ഈ വ്യക്തിയെ എത്രത്തോളം ഇരുട്ടിലേക്ക് നയിച്ചു എന്നുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു കുട്ടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ ഇത് നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം, ഇല്ലെങ്കിൽ കമിതാക്കളായിരിക്കാം. കമിതാക്കളാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് കല്യാണം കഴിച്ച് ഒരു കുടുംബജീവിതമൊക്കെയായി ജീവിക്കാൻ ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ ആണ് ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് ആ തോന്നിയിട്ടുള്ള ആദ്യത്തെ അറ്റാച്ച്മെന്റ് തന്നെയാണ് ഇപ്പോഴും ഈ പേഴ്സൺ ഉള്ളത്. അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അത് കൂടുതലും നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ആയപ്പോൾ പറയുകയേ വേണ്ട. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് പ്രണയ സന്ദേശങ്ങൾ നോക്കാം. ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഫോർഗീവ്നെസ് ആണ്. എന്നോട് ക്ഷമിക്കൂ, എനിക്ക് മാപ്പ് തരൂ. ഐ ആം സ്ട്രഗിളിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഈ പേഴ്സണ് പേടിയാവുകയാണ്. പേടിയും അതുപോലെ ലജ്ജയുമാണ് തോന്നിക്കുന്നത്. കാരണം മണ്ടത്തരമാണ് പല കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് ഈ പേഴ്സൺ. മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ്. ഐ ഡിഡിൻ ഫെൽറ്റ് വെൻ ഐ ഷുഡ് ഹാവ്. അതെ, ഇപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണ് തീരുമാനം എടുക്കേണ്ട സാഹചര്യങ്ങളിൽ ഈ വ്യക്തി കൃത്യമായിട്ടുള്ള തീരുമാനം എടുത്തില്ല എന്നുള്ളതും സത്യസന്ധമായ കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞ് ഈ വ്യക്തിയുമായി കണക്ട് ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. വീട്ടുകാരുമായി ഈ പേഴ്സണെയും കൂടി കണക്ട് ചെയ്യുവാനും ഒന്നിപ്പിക്കാനും ഒക്കെ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല. അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. പക്ഷെ ഇനി ഈ വ്യക്തിയുടെ വരവാണ്. ഈ വ്യക്തിയാണ് ഇനി ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുവാൻ പോകുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് അത്തരം ഒരു ബോധവൽക്കരണം ഉണ്ടാകട്ടെ. സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങളും ഈ വ്യക്തിയിലേക്ക് വരുന്നു. അത് നല്ല രീതിയിൽ തന്നെ അവസാനിക്കും. അതിലൂടെ പല തിരിച്ചറിവുകളും ഈ വ്യക്തി അറിയും. അതിലൂടെ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.